എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പിയൊന്നുമല്ല, കറ്റാർ വാഴപ്പുള അല്ലെങ്കിൽ അലോയി വെറയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അലോയ് വെറ എങ്ങനെ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ നന്നായിട്ട് വളർത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. പ്രത്യേകിച്ചും ബാൽക്കണി ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റിൽ എങ്ങനെ വളർത്തുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ കാണുന്നത് എൻ്റെ ഫ്ലാറ്റിനകത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള അലോയ് വെറയാണ്. ഇത് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുള്ളതാണ്. ഞാൻ ചെറിയൊരു തൈ വാങ്ങിച്ചു വെച്ചതാണ്. അവിടെ നിന്നാണ് ഇതേപോലെ നന്നായിട്ട് തഴച്ച് വളർന്നത്. അതുപോലെ ഞാൻ ധാരാളം പൊട്ടിലോട്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് മാറ്റി നട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കൊടുത്തിട്ടുമുണ്ട്. എങ്ങനെ അപ്പം നമ്മുടെ ഈ അലോയ് വെറയുടെ സംരക്ഷണം എങ്ങനെയുള്ളതെന്ന് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അലോയ് വെറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ കറ്റാർ വാഴപ്പുളം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. പ്രത്യേകിച്ച് ഇതിനകത്തെ പൾപ്പ്, ഇതിൻ്റെ അകത്ത് പൾപ്പ് എടുത്ത് നമുക്ക് മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് നമ്മൾ അലോയ് വെറ ജെല്ല് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതിൻ്റെ ഈ തണ്ടിൽ നിന്ന് ഉള്ള പൾപ്പ് ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് തേക്കുന്നത്. കാരണം അതിനകത്ത് നമ്മൾ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ അലോയ് വെറയുടെ പൾപ്പായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ അലോയ് വെറ. നല്ല റിഫ്രഷിങ് ജ്യൂസാണ് അലോയ് വെറയെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ അലോയ് വെറയുടെ തണ്ടുണ്ടല്ലോ, അതായത് നമ്മുടെ കറ്റാർവാഴ തണ്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. സാധാരണ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടുള്ള വെയിലല്ല, ജസ്റ്റ് തണലായിട്ടുള്ള സൈഡിൽ ഒരു സൺഷെയ്ഡ് വെച്ചിട്ട് സൺഷെയ്ഡിൻ്റെ അവിടെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം എണ്ണ കാച്ചുകയാണെങ്കിൽ തലമുടിക്ക് വളരെ നല്ലതാണ്. നല്ല കരുത്തോടെ മുടി വളരുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ കറ്റാർ വാഴപ്പുഴയ്ക്ക്. ഇതായിരുന്നു ഞാൻ ആദ്യം വാങ്ങിച്ചു വെച്ചിരുന്ന തൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുഞ്ഞു കുഞ്ഞു തൈകൾ ഞാൻ മാറ്റി മാറ്റി നട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ ഇലകളും ഞാൻ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്താൽ മാത്രമേ പുതിയ ചെടി, അതായത് പുതുതായിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികൾ അതിൻ്റെ സൈഡിൽ കൂടെ വരത്തുള്ളൂ. അങ്ങനെ വരുന്ന ചെടികൾ നമുക്ക് മാറ്റി നടാം, അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ നിർത്താം. അങ്ങനെ ചട്ടിയിൽ തന്നെ നിർത്തിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ആ കറ്റാർ വാഴപ്പുള. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പനിക്കുറുക്ക എന്ന് പറഞ്ഞത്. ഇതാണ് പനിക്കുറുക്ക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് പനിക്കുറുക്ക എന്നാണ് പറയുന്നത്. കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഒരു തണ്ടെങ്കിലും നമ്മൾ വളർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കറ്റാർ വാഴപ്പുള, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പനിക്കുറുക്കയുടെ ഒരു തണ്ട്, അതുപോലെ ഒരു ചെറിയൊരു തുളസിത്തൈ, ഇത്രയും മസ്റ്റായിട്ട് കാണും. കാരണം എന്തെങ്കിലും ഒരു ചുമയൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ പനീർ കുറുക്കി അതുപോലെ തുളസിയുടെ ഇലയൊക്കെ വെച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതായിരിക്കും. ഈ പനിക്കുറുക്കയുടെ ഇല കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ്. ചുമയ്ക്കും അതുപോലെ തന്നെ ജലദോഷത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വളർത്തുക. ബാൽക്കണി ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട. നമ്മൾ ഇതുപോലെ ജനലിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുത്താൽ മതി, നന്നായിട്ട് വളർന്നു കിട്ടും. ഇതൊക്കെ ഞാൻ ജനലിൻ്റെ സൈഡിൽ വെച്ചേക്കുന്ന ചെടികളാണ്. ഇതിനൊക്കെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ പനികൂർക്കയ്ക്കൊക്കെ 2 ദിവസം കൂടുമ്പോഴേ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. ഇത് ഞാൻ ഒരു അലങ്കാര സസ്യമാണ്. ചെറിയൊരു പൂ ഉണ്ടാകാറുണ്ട്. ഇത് ഏകദേശം ഈ അലോയ് വെറയുടെയൊക്കെ ഒരു ആ ഗണത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് അതിനകത്ത് അധികം വെള്ളം ഞാൻ ഒഴിക്കാറില്ല. അപ്പോൾ അലോയ് വെറയ്ക്ക് നമ്മൾ പറഞ്ഞു വന്നത് അലോയ് വെറയെക്കുറിച്ചാണ്. അപ്പോൾ അലോയ് വെറയ്ക്ക് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞീച്ച ഉണ്ടല്ലോ, കുഞ്ഞീച്ച വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മണ്ണൊന്ന് ഇളക്കണം, എന്നിട്ട് ആ വെള്ളം ഒഴിക്കണം, എന്നിട്ട് ആ മണ്ണ് അങ്ങ് മൂടണം. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞീച്ചയിൽ നിന്ന് ഒരു പരിധിവരെയൊക്കെ നമ്മളെ തടയാൻ പറ്റും നമുക്ക്. പക്ഷേ എന്നാലും ആ കുഞ്ഞീച്ച വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണ വെള്ളം ഒഴിച്ചാലും മതിയായിരിക്കും. അതുപോലെ പിന്നെ ജനലിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ചെറിയൊരു സൺലൈറ്റ് വേണം, എന്നാലേ അത് ശരിക്കും ഒന്ന് തഴച്ച് വളർത്തുള്ളൂ. അകത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കിട്ടുന്നത്. എന്നാലും ജനലിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അലോയ് വെറ നന്നായിട്ട് നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു പോട്ടിലോട്ട് അതിൻ്റെ ചെറിയൊരു ചെടി വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചാണ്. അങ്ങനെയാണ് ഞാൻ സാധാരണ എല്ലാ ചെടികളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യം നമ്മുടെ ഈ അലോയ് വെറയ്ക്ക് ഉണ്ടാകില്ല. കാരണം ആ തണ്ടിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വീക്കിലി ഒരു ടൈം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക, ആ മുകൾ വശത്തെ മണ്ണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും കൊടുക്കേണ്ട. അലോയ് വെറ തനിയെ വളർന്നോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ജനലിൻ്റെ സൈഡിലൊന്ന് വെക്കുക, ആഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയും
അതുപോലെ തന്നെ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.